ഹേയ്, അസ്സലാമു അലൈക്കും. എപ്പോഴെങ്കിലും നമ്മൾക്ക് നമ്മളെ തന്നെ കുറിച്ച് സ്വയമായിട്ട് ആലോചിക്കുമ്പോൾ എനിക്കത്ര വിലയില്ല, അല്ലെങ്കിൽ ഞാൻ അത്ര നല്ലതല്ല, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, ആ ഒരു തെറ്റുകൾ എൻ്റെ കയ്യിൽ നിന്ന് സംഭവിച്ചത് കൊണ്ട് ഞാൻ അത്ര നല്ല മുസ്ലിം അല്ല, എൻ്റെ ലൈഫിൽ മാത്രം ഞാൻ ആഗ്രഹിക്കുന്നതൊന്നും എനിക്ക് കിട്ടുന്നില്ല എന്നിങ്ങനെയുള്ള തോട്ട്സ്, എന്നിങ്ങനെയുള്ള ചിന്തകൾ നമ്മളുടെ മനസ്സിൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ദിസ് വീഡിയോ ഇസ് ജസ്റ്റ് ഫോർ യു. നമ്മൾ എങ്ങനെയാണോ നമ്മൾ സ്വയമായിട്ട്, നമ്മളെ സെൽഫായിട്ട് നമ്മളെ കാണുന്നത്, ഒരിക്കലും അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാണുന്നില്ല. ചിലപ്പോൾ നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തത് കൊണ്ട് കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഒരു പാപിയായിട്ടായിരിക്കും കാണുന്നത് എന്ന് നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലൊക്കെ വന്നിട്ടുണ്ടാവും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും എത്ര തെറ്റ് ചെയ്താലും നമ്മൾ തിരികെ അല്ലാഹു സുബ്ഹാനഹു വ തആലൻ്റെ അടുക്കിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടം. ആൻഡ് എപ്പോഴെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അറിഞ്ഞോ അല്ലെങ്കിൽ അറിയാതെയോ തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു തെറ്റ് സംഭവിച്ചത് കാരണം നമ്മൾ ഒരുപാട് മോശം വ്യക്തി ആവുന്നില്ല. തെറ്റുകൾ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും സംഭവിക്കും. ആദം നബിയുടെ എല്ലാ മക്കളും തെറ്റ് ചെയ്യുന്നു. പക്ഷേ ആരാണോ ആ തെറ്റ് ചെയ്തിട്ട് തിരികെ അല്ലാഹുലേക്ക് പശ്ചാത്താപത്തോടെ പോകുന്നവരാണ് ഏറ്റവും നല്ല മനുഷ്യർ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പീപ്പിള്. ഇത് ഖുർആനിൽ പറഞ്ഞ ഒരായത്താണ്. നമ്മൾ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ മനസ്സ് നമ്മളോട് പറയും, നമ്മൾ നമ്മളെ തന്നെ കുറച്ച് കാണാൻ വേണ്ടി ശ്രമിക്കും. ആൻഡ് ഓൾസോ നമ്മളിത് മനസ്സിലാക്കണം, ഇത് ശൈത്താൻ്റെ ഒരു വലിയൊരു ട്രാപ്പാണ്. നമ്മളുടെ ഭാഗത്ത് നിന്ന് തെറ്റ് സംഭവിച്ചു എന്ന് കരുതി ശൈത്താന് നമ്മളുടെ മനസ്സിലേക്ക് പല പല ചിന്തകളും കൊണ്ടുവരുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ തോന്നും, നമ്മൾ ഈ തെറ്റ് ചെയ്തതുകൊണ്ട് അള്ളാഹുവിന് എന്നെ അത്ര ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ എനിക്ക് അള്ളാഹുവിനോട് ഇനി അത്രക്കൊന്നും അടുക്കാൻ പറ്റില്ല, അള്ളാഹുവിന് എന്നോടുള്ള സ്നേഹം കുറഞ്ഞു കാണുമോ, അല്ലെങ്കിൽ അള്ളാഹു എന്നെ ഹെയ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നിങ്ങനെയുള്ള പല പല കൺഫ്യൂഷൻസ് നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വന്നു പോയിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് നമ്മൾ ആ തെറ്റ് ചെയ്തത് കൊണ്ട് കാരണം ഒരു ചോദ്യം ഉയർത്തി വന്നു പോയിട്ടുണ്ടാവും, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു, ഇനി എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ സ്നേഹിക്കുന്നത്, ഇത്രയൊക്കെ ആയിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി എന്നെ ഇഷ്ടപ്പെടുമോ? ഈ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നോ ദിസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നിങ്ങളുടെ പാസ്റ്റ്, നിങ്ങളുടെ കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ച് അളന്നിട്ടല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ കാണുന്നത്. ഒരുപാട് വൈകുന്നതിന് മുമ്പ് നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടനെ നമ്മളുടെ റബ്ബിലേക്ക് മടങ്ങണം. നമ്മൾ ഇന്ന് മരിച്ചാലോ നമ്മൾക്ക് അറിയാൻ പറ്റില്ല, അല്ലേ? എത്രത്തോളം നമ്മൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട്. സോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അളക്കുന്നത്. ചിലപ്പോൾ നമ്മൾ വീണ് പോയിട്ടുണ്ടാവും, നമ്മളുടെ മനസ്സാകെ തളർന്നു പോയിട്ടുണ്ടാവും. പക്ഷേ അള്ളാഹുവിൻ്റെ കണ്ണിൽ ആരാണോ എന്തൊക്കെ സംഭവിച്ചിട്ടും അവനിലേക്ക് തിരികെ വരുന്നത് അവരാണ് ഏറ്റവും ബിലൗഡ് ആയിട്ടുള്ള ആൾക്കാർ. അവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. തീർച്ചയായിട്ടും അള്ളാഹു ഇഷ്ടപ്പെടുന്നു ആരാണോ അവനിലേക്ക് തിരികെ പൊരുത്തം ചോദിച്ച് റിപ്പന്റ് ചെയ്യുന്നതും അവരെ തന്നെ ശുദ്ധിയാക്കുന്നവരെയും. ഇത് സൂറത്തുൽ ബഖറയിലെ ആയത്താണ്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ എത്രത്തോളം തെറ്റ് ചെയ്താലും ഒരിക്കലും നമ്മൾ അള്ളാഹുലേക്ക് തിരികെ പോകുന്നത് നമ്മൾ നിർത്താൻ പാടില്ല. ആൻഡ് തെറ്റുകൾ ചെയ്തിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു കുറ്റബോധം കയറി വരുന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു ഹൃദയത്തിൻ്റെ അടയാളമാണ്. ആർക്കും അറിയില്ല, ഒരാൾക്ക് പോലും അറിയാൻ പറ്റില്ല നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത്. പക്ഷെ നിങ്ങളുടെ സൃഷ്ടാവായ അള്ളാഹുവിന് അറിയാം. നിങ്ങൾ ബുദ്ധിമുട്ടുന്ന ഓരോ മൊമെൻറ്റും ഓരോ സെക്കൻഡും അള്ളാഹുവിന് അറിയാം. പുറമെ മറ്റുള്ളവർക്ക് നിങ്ങൾ ഓക്കെ ആണെന്ന് തോന്നിയാലും നിങ്ങളുടെ റബ്ബിനറിയാം എന്താണ് നിങ്ങളുടെ മനസ്സിൽ ആക്ച്വലി ഉള്ളത് എന്നുള്ളത്. ആരും കാണാത്ത നിങ്ങളുടെ കണ്ണുനീര് റബ്ബ് കാണുന്നുണ്ട്. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ അവരെങ്ങനെ നിങ്ങളെ കാണുന്നു എന്നുള്ളതിലല്ല കാര്യം. നിങ്ങളുടെ ചിന്ത എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഇങ്ങനെ കാണുന്നു, അല്ലാഹു എന്നെക്കുറിച്ച് ഇങ്ങനെ വിചാരിക്കുന്നു എന്നതിലായിരിക്കണം നമ്മുടെ ഫോക്കസ്. കാരണം നമ്മൾ എത്രയൊക്കെ നമ്മൾ നല്ലതാണെന്ന് മറ്റുള്ളവരെ നമ്മൾ തെളിയിക്കാൻ ശ്രമിക്കുമ്പോൾ
അല്ലെങ്കിൽ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരതൊക്കെ കുറച്ച് കഴിയുമ്പോൾ മറക്കും. പക്ഷേ നമ്മൾ എത്രത്തോളം നല്ലതാണെന്നുള്ളത് നമ്മുടെ റബ്ബ് ഒരിക്കലും മറക്കില്ല. സോ നമ്മളെല്ലാവരും മനസ്സിലാക്കണം, നമ്മൾ ഒരിക്കലും ഒറ്റക്കല്ല. നമ്മളുടെ കൂടെ നമ്മുടെ റബ്ബുണ്ട് നമ്മളുടെ ലൈഫിലെ ഓരോ സ്റ്റെപ്പിലും. സോ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങൾ സ്നേഹിക്കുന്നവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലും ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.